ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. നമ്മളൊരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് പരിചയപ്പെടുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് 4 പഴയ സോളാർ മോഡ്യൂൾസ് ആണ്. നമ്മൾ ഏകദേശം ഒരു 5 വർഷം മുന്നേ ചെയ്തിരിക്കുന്ന പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ആണ്. 330 വാട്ട്സിന്റെ 4 പാനൽസ് ആണ്. ഇവിടെ നമ്മൾ 2 സ്ട്രിങ്ങുകൾ പാരൽ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പൊ ഇത് ഏകദേശം 330ന്റെ 4 പാനൽസ് എന്ന് പറയുമ്പോൾ ഒരു 1200-1300 വാട്ട്സ് ആണ് നമുക്ക് ഇതിന്റെ പാനൽ കപ്പാസിറ്റി കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും 3 kVയുടെ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറും ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ച് ചെയ്തതാണ്. 5 വർഷത്തിന് ശേഷം ബാറ്ററികൾ കംപ്ലൈന്റ് ആയപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അതുപോലെ തന്നെ 3 kVയുടെ UTL തന്നെ നമ്മൾ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സെയിം സിസ്റ്റംസ് നമ്മൾ ഒരുപാട് വീഡിയോകളോട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഒരേ വ്യത്യാസമേ ഉള്ളൂ. പുതിയ പാനലുകൾക്ക് പകരം പഴയ പാനലുകൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നു. 4 വർഷം മുന്നേ ഉള്ള കേസുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മോണോപർക്ക് പാനലുകൾ അല്ലെങ്കിൽ പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ അതുപോലെ തന്നെ പുതിയ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത്തരത്തില് ഫ്ലാറ്റ് റൂഫിലാണ് ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത സോളാർ പാനൽസ് ആണ്. 330 വാട്ട്സിന്റെ പോളി ക്രിസ്റ്റലൈൻ പാനൽസ് ആണ്. ഇത് വാരി ബ്രാൻഡിങ്ങിൽ വരുന്ന സോളാർ മോഡ്യൂൾസ് ആണ്. എഫിഷ്യൻസി വൈസ് ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാറ്ററികൾ കംപ്ലൈന്റ് ആയ സമയത്ത്, അതായത് പഴയ ലെഡ് ആസിഡ് ബാറ്ററികൾ കംപ്ലൈന്റ് ആയ സമയത്ത് പോലും പകൽ സമയത്ത് ലൈവ് യൂസിലൊക്കെ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 1320 വാട്ട്സോളം ആണ് സോളാർ പാനൽ കപ്പാസിറ്റി കിട്ടുന്നത്. നമ്മളിപ്പോൾ 590ന്റെ 2 പാനലുകളൊക്കെ വെക്കുന്ന അതേ ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സാധാരണ ഇതിൽ ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിലെ ലൈറ്റ് ലോഡുകൾ എല്ലാം ഈ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ പാനൽ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാറ്ററിയും ഇൻവെർട്ടറും റീപ്ലേസ് ചെയ്തിട്ട് പുതുതായിട്ട് വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും അതുപോലെ തന്നെ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു സോളാർ ഇൻവെർട്ടറും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 2 മുതൽ 4 യൂണിറ്റ് വരെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈസി ആയിട്ട് ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കാം. ഇവിടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോസസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെപ്ത് ഓഫ് ഡിസ്ചാർജ് ലെഡ് ആസിഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഇവിടെ നമ്മൾ 100 AH 25.6 വോൾട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസ് അതുപോലെ തന്നെ പല സൈറ്റുകളിൽ ഇൻസ്റ്റലേഷൻ നടത്തിയ ലോ ടെസ്റ്റുകളൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലാത്തവർ എടുത്തൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. സിസ്റ്റത്തിന്റെ ഇൻഡോർ സെറ്റപ്പ് അല്ലെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ഈ രീതിയിലാണ് വരുന്നത്. ഇവിടെ 3 kVയുടെ സോളാർ ഹൈബ്രിഡ് ഗാമ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. മുൻപ് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 25.6 വോൾട്ട് ബാറ്ററിയാണ്. 100 AH ആണ്. മാക്സിമം 80 ആംപിയർ ഡിസ്ചാർജ് കറണ്ട് ഇതിൽ പോസിബിൾ ആവുന്നതാണ്. UTL സോളാർ ബ്രാൻഡിംഗ് വരുന്നതാണ് 2 സിസ്റ്റംസും. ബാറ്ററി SOC ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാനായിട്ട് സാധിക്കും. 51% ആണെന്ന് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ 26.4 വോൾട്ട് കാണിക്കുന്നുണ്ട്. ചാർജിങ് ആംബിയർ ഇപ്പോൾ 0 ആണ്. 31 ഡിഗ്രി ആണ് ഇതിന്റെ ടെമ്പറേച്ചർ. വളരെ കോമ്പാക്ട് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് 3 kVA ഹൈബ്രിഡ് ഇൻവെർട്ടറും അതുപോലെ തന്നെ 100 AH 25.6 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി. ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൂളിംഗ് ഫാൻ കാണാം. 2 സൈഡിലായിട്ട് 2 ഫാനുകളുണ്ട്. ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പല വീഡിയോകളായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. നമുക്ക് 106 വോൾട്ട് വരെ VOC സപ്പോർട്ട് ചെയ്യും. 2200 വാട്ട്സ് വരെ പാനൽ കണക്ട് ചെയ്യാം. ഒരു MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 20 ആംപിയറിന്റെ സോക്കറ്റ് ഔട്ട്പുട്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ടെർമിനൽ ബ്ലോക്കും കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിൽ 3 മുതൽ 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷൻ ആയിട്ട്, അതായത് കറണ്ട് പോയാൽ നമുക്ക് ബാക്കപ്പ് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇൻവെർട്ടർ എന്തായാലും ഉപയോഗിക്കണം. അതിന് പകരം നല്ലൊരു സിസ്റ്റം ആയിട്ട് ഇത് ഉപയോഗിക്കാം. കാരണം ഇവിടെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. നമുക്ക് 8 വർഷം വരെയൊക്കെ ലൈഫ് കമ്പനി പറയുന്നുണ്ട്. 5 വർഷം വരെ ഓൺസൈറ്റ് സർവീസ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇത് നമുക്ക് ഗാമ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. പുതിയ മോഡലുകൾക്ക് 3 വർഷം വരെ കമ്പനി ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടി തരുന്നുണ്ട്. 3 kV ആണ് കപ്പാസിറ്റി. 1800 വാട്ട്സ് വരെ പീക്ക് ലോഡ് കപ്പാസിറ്റി ഉണ്ട്. നോർമൽ യൂസ് ഉള്ളവർക്ക് 5 ബെഡ്റൂം വരെയുള്ളവർക്ക് ഹെവി ലോഡുകൾ ഒഴികെ, അതായത് മോട്ടോർ AC മുതലായ ഹെവി ലോഡുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസുകളും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മുൻപ് ഉപയോഗിച്ചിരുന്ന ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് പകരം നമ്മളിവിടെ 100 AH ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി അതുപോലെ തന്നെ 3 kVA സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 വർഷം ഓൺസൈറ്റ് സർവീസ് വാറണ്ടി ഉള്ള സോളാർ ഇൻവെർട്ടറും 5 വർഷം ഓൺസൈറ്റ് വാറണ്ടി ഉള്ള ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററികൾ അല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ ഈസിയാണ്. വെള്ളം ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ബാറ്ററി വാട്ടർ നമ്മൾ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നമ്മൾ സ്മാർട്ട് മോഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്തിരിക്കുന്നത് കാണാം. ഈ സോളിഡ് ഗ്ലോ കാണിച്ചിരിക്കുന്നത് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾഡ് ആണെന്നുള്ളതാണ്. അതുപോലെ ലിഥിയം ബാറ്ററി നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓൺ ആണ്. ബൂസ്റ്റ് ചാർജിങ് വേണമെങ്കിൽ ഓൺ ആക്കാം. IT മോഡ്, അതായത് UPS മോഡ് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കാവുന്നതാണ്. സ്മാർട്ട് മോഡ് വിത്ത് ഗ്രിഡ് ചാർജിങ് ഡിസേബിൾഡ് എന്ന് പറയുന്ന മോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവും. KSCB ഒരു കാരണവശാലും ബാറ്ററി ചാർജ് ആവത്തില്ല.
കൂടാതെ ഒരു മിനിമം സേവിങ്സ്, പകൽ സമയത്ത് ലോഡ് ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് സോളാർ പാനലിൽ നിന്ന് നടന്നുകൊള്ളും. ബാറ്ററി 100% ചാർജിലായിട്ടിരിക്കുകയും ചെയ്യും. ഇനി മാക്സിമം സേവിങ്സ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് PCU മോഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് മോഡ് കൊടുത്തിട്ടുണ്ട്. PCU മോഡ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് ബട്ടൺ 15 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്മാർട്ട്, PCU, ഹൈബ്രിഡ് എന്ന് പറയുന്ന 3 മോഡുകളാണ് ഈ സിസ്റ്റത്തിലുള്ളത്. ഇതിന്റെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മുടെ ചാനലിൽ മറ്റ് പല വീഡിയോകളിലൂടെ നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നില്ല. ഇതിന്റെ വിശദമായ ഇൻസ്റ്റലേഷൻസ് പല സൈറ്റ് കണ്ടീഷൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് JK Solar Solutions എന്നുള്ള ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. 3 kV സിസ്റ്റംസ് 10 അതിലധികമോ ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ ഐഡിയ ഇതിനെപ്പറ്റി മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന കാര്യം മറക്കരുത്. അപ്പം മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഇൻസ്റ്റലേഷന് ശേഷമുള്ള 1-2 ദിവസത്തെ പെർഫോമൻസ് ആണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻസ് ഓഫ് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ സോളാറാണ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ നമുക്ക് ഏകദേശം 3 യൂണിറ്റ് സംതിങ് കിട്ടിയായിരുന്നു. ചാർജിങ് ആംബിയർ കാണാം 17 പോയിന്റ് സംതിങ് കാണിക്കുന്നുണ്ട്. പാനൽ വോൾട്ട്, പിന്നെ പാനലിൽ നിന്ന് വരുന്ന ആംബിയർ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതൊക്കെ വിശദമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ പഴയ വീഡിയോകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്.